ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോഴിയെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടുള്ള സ്റ്റെപ്സാണ് ഈ നടക്കുന്നത്. ആദ്യം തന്നെ ഒരു ജാറെടുത്ത് ഇഞ്ചിയും വറ്റൽമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഒരു 2 സ്പൂണൊക്കെ ഇടണം കേട്ടോ. ഇവിടെ നമ്മൾ 3 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഇടണം കേട്ടോ. അപ്പോൾ ഒരു കോഴിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ പെരുംജീരകം, അതുപോലെ തന്നെ കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേണ്ടത് മല്ലിയിലയാണ്. അത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും അതിട്ട് കഴിഞ്ഞാൽ. അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ആയാലും മതി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ മുറിച്ച് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അത്രയും അരച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള തൈര്. എരി കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളത് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കോഴിയെ രണ്ടായിട്ട് അതിൻ്റെ മുകളിൽ സെൻറ്റർ പാർട്ടീഷനാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല ഫ്രഷ് കോഴിയാണ്. എന്നിട്ട് ഇത് നമ്മൾ കഴുകി നല്ലോണം എല്ലായിടവും ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പിച്ചാനായിട്ടും എന്തായാലും ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത് നല്ലോണം വരഞ്ഞു കൊടുക്കുക. ഇതേ കണക്കാണ് വരഞ്ഞു കൊടുക്കേണ്ടത്. മുറിക്കരുത്. അതിൻ്റെ ഫ്രണ്ട് വശം മാത്രം എന്തെങ്കിലും നല്ല മൂർച്ചയുള്ള സാധനം കൊണ്ട് നല്ലോണം വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നല്ലോണം മസാല തേച്ച് കൊടുക്കണം കേട്ടോ. അത് ഫുള്ള് തേക്കണം. അത് എത്രത്തോളം ഉണ്ടോ അതത്രയും നമ്മൾ തേച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കുറച്ച് തേച്ചാൽ മതി. അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണേ. പിന്നെ അത് കുറച്ച് നേരം റെസ്റ്റ് ആക്കാൻ വെക്കണം. ഇതിപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രാവിലെ എടുത്ത് നമ്മൾ റെസ്റ്റ് ആക്കാൻ എല്ലാം തേച്ച് പുരട്ടി വെക്കണം. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ മുകളിലാണ് വന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ തീ കത്തിച്ച്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ലിൽ നല്ലോണം എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് ഗ്രില്ലിലാണോ ചെയ്യുന്നത് അതിൽ നല്ലോണം എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ.
അപ്പുറവും ഇപ്പുറവും എല്ലാം നല്ലോണം എണ്ണ തൂത്ത് കൊടുക്കുക. ഇതിൽ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഞങ്ങൾ ആ കോഴിയെ എടുത്ത് എങ്ങനെയും ഈ ഗ്രില്ലിൽ വെക്കണം. അതാണ് ഞങ്ങളുടെ പരിശ്രമം. ഇതിനകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട്. നമ്മൾ കയറ്റും, അത്രയേ ഉള്ളൂ. നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ കേട്ടോ. നല്ല വെയിറ്റുള്ള കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് എങ്ങനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനി നമുക്ക് അടയ്ക്കാം. പക്ഷെ അടയുന്നില്ല ഗൈസ്. ഞങ്ങൾ വിചാരിച്ചത് പണി പാളിയൂന്ന്. എങ്ങനെയെങ്കിലും ഇതിനെ അടച്ച് വെച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഞങ്ങൾ നോക്കി. എന്നിട്ടൊന്നും ഇതങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇതിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇതിന് ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നു ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഞങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ അത് എങ്ങനെയെങ്കിലും അടച്ചു. പക്ഷെ എന്നിട്ടും അതങ്ങോട്ട് അടയണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ടാണ് അത് അടച്ചത്. ലാസ്റ്റ് നമ്മളത് അടച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ നേരെ കൊണ്ടുപോയി തീക്കകത്ത് വെക്കരുത്. തീ അണഞ്ഞു കഴിഞ്ഞിട്ടേ വെക്കാവൂ. ഇതിപ്പം നമ്മുടെ തിന്നാനുള്ള ആക്രാന്തം കാരണം ഇങ്ങനെയൊക്കെ വെച്ചതാണ്. അത് കുറച്ച് തീയൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഇതേപോലുള്ള കനലിനകത്ത് വേണം വെക്കാൻ. ഞങ്ങൾ നല്ല മഴയൊക്കെ കണ്ടുകൊണ്ട് പാട്ടും അതേപോലെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടും കേട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് നോക്കി വായിന്ന് വെള്ളം ഇറക്കും, അല്ലാതെ ഇന്നങ്ങാനും വേവുന്നൊരു കിട്ടുന്നേ ഇല്ല. എന്നിട്ട് ഞാൻ അവിടെ മഴയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം ഡാൻസ് കളിച്ചു, പാട്ട് പാടി, അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു ഭാഗമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരെയും പാട്ട് പാടാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കൊച്ചുണ്ടോ, അവളൊക്കെ പാട്ട് പാടി. എന്നിട്ട് നല്ല മഴ ഉള്ളതുകൊണ്ട് ചൂടത്തിരിക്കുന്നതായതുകൊണ്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു.
എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കസിൻസാണേ, എൻ്റെ കസിൻസാണ്. ഇവർ 4 പേരാണ്. ഒരു ഇരട്ടപ്പിള്ളേർ, പിന്നെ ഇവർ 2 പേർ. അങ്ങനെ നമ്മളത് തിരിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് വെച്ചപ്പോഴും ഇത് പുക പോവല്ലാതെ ഇതെങ്ങനെയെങ്കിലും വരണ്ടേ. ആ ടൈം കൊണ്ട് നമ്മൾ പോയി മയണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ആ മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ ആദ്യമേ ആഡ് ചെയ്യണം. ഇതേപോലെ മുട്ടയുടെ ഫ്രണ്ട് വശത്തെ ആ ഒരു കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ള മാത്രം വരും കേട്ടോ. കണ്ടോ, ഇപ്പം മുട്ടയുടെ വെള്ള മാത്രം. അതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണ്ടത്ര പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 1.5 വെല്ലം, അങ്ങനെ 1.5 സ്പൂൺ. എന്നിട്ട് നമ്മളതിലേക്ക് വെളുത്തുള്ളി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിന് വെളിച്ചെണ്ണ പറ്റത്തില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ മയണൈസ് റെഡി. എന്നിട്ട് തിരിച്ച് വന്നപ്പം കുറച്ചൊക്കെ ഇരുട്ടാറായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് മഴയൊന്നും നിന്നില്ല, കുറച്ചൊക്കെ ഇരുട്ടാറായി. പിന്നെ തീ വരുന്നതനുസരിച്ച് ഇവിടെ 2 പേര് വീശിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെയൊക്കെ കടുത്ത ഇത് കാരണമാണ് ഇത് നല്ലോണം വന്നത്. നല്ലോണം വീശുന്നുണ്ട്, കണ്ടോ. പാവം ചേട്ടൻ എന്താണെന്നറിയില്ല, വീശിക്കൊണ്ടേ ഇരിക്കുന്നു. ഗൈസ്, ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ പിള്ളേരാണ്. അപ്പോൾ അതിൻ്റെ കസിൻസായിട്ട് വരും. ഇത് 4 പേരാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലേ. ഇതാണ് 2 പേര് കേട്ടോ. പിന്നെ 2 പേരെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ പിന്നെയും തിരിച്ചിട്ടു. നല്ല പുകയുള്ളതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വീശുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു സൈഡൊക്കെ ഫ്രൈ, 2 സൈഡും കുറച്ചൊക്കെ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ ഒരു ഇതുകൂടെ തേച്ച് കൊടുക്കണം. അരപ്പും കൂടി നല്ലോണം അതിലേക്ക് തേച്ച് കൊടുക്കണേ. നമ്മൾ വീശി അതിൽ തീ വന്നു. അന്നേരം അതെടുത്തിട്ട് നമ്മൾ അതൊക്കെ അണച്ച് കളഞ്ഞിട്ട് പിന്നെയും വെച്ചു. തിന്നാൻ പറ്റുന്നില്ല ഗൈസ് ഇതുവരെ. എന്നിട്ട് അന്നേരവും സന്ധ്യ ആവാറായി. എന്നിട്ട് ഒടുവിൽ നമ്മൾ എടുത്തു ഗൈസ് അത് തിന്നാൻ. അന്നേരമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും നേരം വെയിറ്റ് ചെയ്തല്ലോ, വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയപ്പോൾ എന്തോ ഒരു സുഖം. പിന്നെ അതിൽ നിന്ന് നമ്മൾ എടുത്ത് എങ്ങനെയല്ലോ ഒന്ന് പാത്രത്തിൽ ഇടണം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൈ വരുന്നുണ്ട്. എന്നിട്ട് നമ്മളതെടുത്ത് പാത്രത്തിലിട്ടു. വലിയൊരു പാത്രം എടുത്തിട്ട് വന്നു, ട്രേ ആണ്, അതിലേക്ക് നമ്മളെടുത്തിട്ടു. ഇപ്പോൾ കണ്ടാൽ ലുക്ക് നോക്കതിൻ്റെ, മയണീസും ആ ഒരു ഇതും നോക്ക്, അടിപൊളി ലുക്കാണ് അതിന് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂട്ടത്തോടെ അവിടെ ഇരുന്ന് വട്ടം ചുറ്റിയിരുന്നു. എന്നിട്ട് നമ്മളത് തിന്നാനുള്ള ഇതിലാണ്. ഇതാണ് അവിടെ കണ്ടോ, അതാണ് 2 ട്വിൻസ്. അപ്പോൾ അവരാണ് അവർ മുമ്പ് കാണിച്ചവർ ഇളയത്. പിന്നെ നമ്മളിത് ആക്രാന്തത്തോടെ എവിടുന്നൊക്കെയോ 5-6 കൈകൾ കൊണ്ട് നമ്മളത് മൊത്തവും തിന്ന് തീർക്കുമായിരുന്നു.
ഇപ്പം അതിൻ്റെ കോലം നോക്കുക ഗൈസ്, ഓരോ പീസും അവിടുന്ന് ഇവിടുന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നോക്ക്, അതിൽ ചിക്കൻ പോലും ഇല്ല. നോക്ക്, ഒരു എല്ല് പോലും അതിനകത്തില്ല. നോക്കിക്കാ ചിക്കൻ എങ്ങനെ ഇരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് എല്ല് മാത്രം. എന്നിട്ട് നമ്മൾ ഇപ്പം അതിൻ്റെ പരുവം നോക്ക് നിങ്ങൾ. എന്നിട്ട് അത് നമ്മൾ മൊത്തം കഴിച്ച് തീർത്ത്. നല്ല എരിവും അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. ആ മയണൈസും കൂട്ടി അത് വായിലോട്ട് വെക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ഗൈസ്.